ഈ 28-അംഗ സംഘത്തിൽ ഇന്ത്യക്കാരാണ് ഇവരെല്ലാവരും. കർണാടക, ഗോവ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടിയുണ്ട്. മലയാളികളെ കൂടാതെ ഇവർ കൂടുതലും ഈ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നാണ് ടൂർ ഏജൻസി അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം ഇവർ സഞ്ചരിച്ച വാഹനം നെയ്റോബിയിൽ നിന്നും ഏതാണ്ട് 200 കിലോമീറ്റർ അകലെ ഒരു റിമോട്ട് ഏരിയയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വെച്ചിട്ടാണ് അപകടം സംഭവിക്കുന്നത്. കഴിഞ്ഞ തലേ ദിവസങ്ങളിലെല്ലാം ഇവിടെ മഴയുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇവർ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം താഴ്ചയിലേക്ക് മറിയുകയും ആയിരുന്നു. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ്, ഇതൊരു റിമോട്ട് ഏരിയയിലാണ് അപകടം നടന്നത് എന്നതിനാൽ തന്നെ തിരിച്ചറിയാൻ ഈ അപകടത്തിൽപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ മരിച്ചവരെയും എല്ലാം തിരിച്ചറിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ്. ഇന്ത്യൻ എംബസി അധികൃതരും അതോടൊപ്പം തന്നെ കെനിയയിലെ മലയാളി സമാജം സംഘടന അടക്കമുള്ള സംഘടനകളുമെല്ലാം ഈ അപകടത്തിൽ പരിക്കേറ്റവരെ സഹായിക്കുന്നതിനും ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കുന്നതിനുമെല്ലാം സ്ഥലത്തുണ്ട്. മാത്രമല്ല ടൂർ ഏജൻസിയുടെ പ്രതിനിധികളും ഇപ്പോൾ കെനിയയിലേക്ക് പോയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നതേ ഉള്ളൂ. അതിനുശേഷമാകും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള സമയം തീരുമാനിക്കുക. മാത്രമല്ല ഇവരിൽ ചിലർക്കെല്ലാം പരിക്ക് സാരമുള്ളതാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. 3 പേരുടേത് ഗുരുതരമാണ്. മറ്റു ചിലർക്ക് സർജറി അടക്കമുള്ള കയ്യിനും അതോടൊപ്പം തന്നെ കാലിനുമെല്ലാം സർജറി വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പൊട്ടലെല്ലാം ഉണ്ട്. വലിയ വീഴ്ചയാണ് ഉണ്ടായത്. ഒരു വാഹനം സ്ലിപ്പ് ചെയ്ത ശേഷം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിന്റെ മുകൾ ഭാഗം അടർന്നു വീണ പോയ രീതിയിലാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത്. അതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഉണ്ടായത്. മിക്കവർക്കും വലിയ പരിക്കുണ്ട്. പക്ഷെ സാരമായ പരിക്കില്ലാത്തവരെല്ലാം തിരിച്ച് ഖത്തറിലേക്ക് വരുന്നതിനായി അവരുടെ പാസ്പോർട്ടും മറ്റും ശേഖരിക്കുന്നതിനുമെല്ലാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കും മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ടൂർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെയോടുകൂടിയൊക്കെ ഉള്ളൂ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അനീഷ. ശരി, ഫൈസൽ തുടരൂ. ഇപ്പോൾ പാലക്കാട് നിന്ന് ടി നന്ദഗോപാൽ കൂടി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, പാലക്കാട് പത്തിരിപ്പാലയിലെ മണ്ണൂർ സ്വദേശി കൂടി ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അപ്രതീക്ഷിതമായി എത്തിയ ഈ അപകടത്തിന്റെ ഞെട്ടലിലായിരിക്കും ആ നാട്ടുകാരുണ്ടാവുക. ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച വീട്ടുകാർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് വീട്ടുകാരുടെ പ്രതികരണം? മണ്ണൂർ കാഞ്ഞിരമ്പാറ സ്വദേശിനിയായ റിയയും ഇവരുടെ 6 വയസ്സുള്ള മകൾ ടൈറയുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. അപ്രതീക്ഷിതമായി എത്തിയ ഈ ഒരു വാർത്തയുടെ ഞെട്ടലിലാണ് ഈ നാട് മുഴുവനുമുള്ളത്. ഇന്നലെ രാത്രി തന്നെ ഇവർ ഈ ഒരു അപകട വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. അതോടുകൂടി ഇങ്ങോട്ട് ആളുകൾ എത്തി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ടൈറയുടെ വീട്ടിൽ അച്ഛനും അമ്മയുമാണുള്ളത്. ഇവരെ ആശ്വസിപ്പിക്കാൻ പാടുപെടുകയാണ് ഈ നാട് പൂർണ്ണമായും. ഏതായാലും മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ടൈറയുടെ ഭർത്താവ് ജോയൽ കോയമ്പത്തൂർ സ്വദേശിയാണ്. ജോയലിനും മകൻ ട്രാവൽസിനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഒരുപക്ഷെ കോയമ്പത്തൂരിലേക്കായിരിക്കും ഈ മൃതദേഹം കൊണ്ടുപോവുക. ശരി നന്ദഗോപാൽ.